ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് വിജയം ആഘോഷിക്കുന്നത് ഷമർ ജോസഫിൻ്റെ ഒറ്റയാൾ പോരാട്ടം കൊണ്ടുമാണ്. കരിയറിലെ ആദ്യ ടെസ്റ്റിൽ തന്നെ 5 വിക്കറ്റ് നേട്ടവുമായി വരവറിയിച്ച താരം ബാറ്റുകൊണ്ടും നിർണായക സംഭാവനകൾ നൽകി. ഗാബയിൽ രണ്ടാം ടെസ്റ്റിൽ പേരുകേട്ട ഓസീസ് നിരയുടെ നടുപൊടിച്ചു. ഷമറിൻ്റെ 7 വിക്കറ്റ് നേട്ടം ഗാബയിൽ വെസ്റ്റ് ഇൻഡീസിന് ആവേശ വിജയം നേടിക്കൊടുത്തു. കരീബിയൻ ദ്വീപിലെ ബരാകര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഷമർ ജോസഫിൻ്റെ വരവ്. 2023 വരെ വെസ്റ്റ് ഇൻഡീസ് ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ഷമർ സജീവമല്ലായിരുന്നുവെന്നത് അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. 5 സഹോദരന്മാരും 3 സഹോദരിമാരും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു അയാൾ. ദാരിദ്ര്യത്തോട് പോരാടിയാണ് ഷമർ ക്രിക്കറ്റ് താരമാകുന്നത്. 2018 വരെ ടെലിഫോൺ, ഇൻ്റർനെറ്റ് സേവനങ്ങൾ അയാൾ അറിഞ്ഞിരുന്നു പോലും ഉണ്ടായിരുന്നില്ല. ടെലിവിഷൻ ആ ഗ്രാമത്തിൽ അപൂർവമായിരുന്നു. കട്ട്ലി ആംബ്രോസും കോട്ട്നി വാൾഷും തുടങ്ങിയ വിൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസങ്ങളുടെ മത്സരങ്ങൾ ഹൈലൈറ്റ്സ് മാത്രമായാണ് ഷമർ ആസ്വദിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഷമറിനെ ക്രിക്കറ്റിലേക്ക് വഴിതിരിച്ചു വിട്ടതും. ക്രിക്കറ്റ് താരമാകുന്നതിന് മുമ്പ് കുടുംബത്തെ പോറ്റാൻ ഷമർ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. കായിക മേഖലയിൽ മുന്നേറാൻ ഒടുവിൽ അയാൾ ആ ധീരമായ തീരുമാനമെടുത്തു. ജോലി ഉപേക്ഷിക്കുക, മുഴുവൻ സമയവും കായിക താരമാകുക. അഡ്ലൈഡിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ആദ്യ ടെസ്റ്റിൽ വിൻഡീസ് നിര പതിവ് പോലെ തകർന്നടിഞ്ഞു. വിൻഡീസിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ സ്കോർ 9ന് 133 ഷമർ നേടിയ 36 റൺസിന്റെ ബലത്തിൽ സ്കോർ 188 ഉയർന്നു. ബൗളിങ്ങിനെത്തിയപ്പോൾ ഷമർ വീണ്ടും ഞെട്ടിച്ചു. എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുത്തു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൽ 85 വർഷത്തിന് ശേഷമാണ് ഒരു താരം കരിയറിലെ ആദ്യ പന്തിൽ വിക്കറ്റ് എടുക്കുന്നത്. അതേ മത്സരത്തിൽ അയാൾ 5 വിക്കറ്റ് നേട്ടം ആഘോഷിച്ചു. പക്ഷേ വിൻഡീസ് കനത്ത പരാജയം നേരിട്ടു. ഗാബയിൽ രണ്ടാം ടെസ്റ്റിനെത്തുമ്പോൾ വിൻഡീസ് ജയിക്കുമെന്നത് ക്രിക്കറ്റ് ലോകത്ത് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആദ്യ സെഷനിൽ 5ന് 64 എന്ന് തകർന്നു. 311 എന്ന സ്കോറിലെത്തിയപ്പോൾ വീണ്ടും പ്രതീക്ഷ. ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ തകർന്നപ്പോൾ പാറ്റ് കമ്മിൻസ് രക്ഷകനായി. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 9ന് 289 വിൻഡീസ് സ്കോർ മറികടക്കും മുമ്പ് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത് ഓസ്ട്രേലിയ ഞെട്ടിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസിന് നേടാനായത് വെറും 193 റൺസ് മാത്രം. 216 എന്ന ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വെച്ച ഓസീസ് ഭയന്നിരുന്നില്ല. കാമറൂൺ ഗ്രീനും സ്റ്റീവ് സ്മിത്തും നന്നായി കളിച്ചു. പക്ഷേ ഓരോരുത്തരായി വിക്കറ്റ് നഷ്ടമാക്കി തിരികെ എത്തി. 8ാമനായി പാറ്റ് കമ്മിൻസ് വീണപ്പോൾ വിൻഡീസ് ജയം മണത്തു. ഓപ്പണറായി ക്രീസിലെത്തിയ സ്റ്റീവ് സ്മിത്തിനെ നിസ്സഹായനാക്കി നിർത്തി ഓസ്ട്രേലിയയുടെ 10 വിക്കറ്റും വീണു. മണിക്കൂറിൽ 140ലധികം വേഗതയിൽ വരുന്ന പേസ് ആക്രമണവുമായി ഓസീസിനെ തകർത്തതാണ് ഷമർ ജോസഫ് എന്ന 24-കാരൻ താരം. 27 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം വിൻഡീസ് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് മത്സരം വിജയിച്ചു. 2023 ഏകദിന ലോകകപ്പിന് യോഗ്യത പോലും ലഭിക്കാത്ത ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. ഒരു കാലത്ത് ലോക ക്രിക്കറ്റിൻ്റെ രാജാക്കന്മാരായിരുന്നവർ ഇന്ന് ദുരന്തത്തിൻ്റെ നടുക്കടലിലാണ്. ഗാബയിലെ ഈ വിജയം സന്തോഷം നൽകുന്നതാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് മാത്രമല്ല, കരീബിയൻ കരുത്തിൻ്റെ പ്രതാപമറിയാവുന്ന ഏതൊരു ക്രിക്കറ്റ് ആരാധകനും ഈ ജയം ആവേശം പകരുന്നതാണ്.